കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാറ്റ് നാശം വിതച്ചു. വീടുകൾ തകരുകയും കൃഷിനാശമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരത്തെ വേനൽ മഴയ്ക്കൊപ്പമാണ് ശക്തമായ കാറ്റുണ്ടായത്. പലയിടങ്ങളിലും നാശം വിതച്ചാണ് കാറ്റ് കടന്നുപോയത്. കുട്ടമ്പുഴ 100 ഏക്കറിൽ പതിയായിപ്പറമ്പിൽ ബിന്ദു ആന്റണിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. ഷീറ്റ് കൊണ്ടുള്ളതായിരുന്നു മേൽക്കൂര. വീട്ടുപകരണങ്ങളും സാമഗ്രികളും വെള്ളം വീണ് നശിച്ചു. പ്ലാപ്പിള്ളി സിജൻ ഇസഹാക്കിന്റെ വീടും തകർന്നിട്ടുണ്ട്. ഓടുകൊണ്ടുള്ള മേൽക്കൂരയ്ക്കും ഭിത്തിക്കും തകർച്ചയുണ്ട്. വീടിനുള്ളിലുണ്ടായിരുന്ന സിജനും മകനും പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും പോസ്റ്റുകളും ലൈനും തകർന്നിട്ടുണ്ടെന്ന് KCB അധികൃതർ അറിയിച്ചു. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിവിധ പ്രദേശങ്ങളിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. വാരപ്പെട്ടി മൈലൂരിൽ റോഡിലേക്ക് വീണ മരം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. GTV ന്യൂസ്, കോതമംഗലം.